അങ്ങനെ ആതിരപ്പള്ളിയും മലക്കപ്പാറയും വാൽപ്പാറയും പിന്നെ മൂന്നാറും കുമളിയും കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഗവിയിലെത്തിയിരിക്കുകയാണ്. പുലർച്ചെ ആയതുകൊണ്ട് വെളിച്ചമില്ലാത്തത് കൊണ്ട് ആദ്യത്തെ രംഗങ്ങളൊന്നും വീഡിയോയിലില്ല. അങ്ങനെ ഞങ്ങൾ വെളുത്തു തുടങ്ങിയപ്പോൾ ഒരു സൈറ്റ് സീയിങ്ങിന് വേണ്ടി ബസ് നിർത്തിയതാണ്. ഒരു മുട്ടക്കുന്നുകളൊക്കെയാണ് കാണുന്നത്. ഗവിയുടെ ആദ്യത്തെ കാഴ്ച തുടങ്ങുകയാണ്. 10 മിനിറ്റോളം ഇവിടെ നിർത്തും. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരും. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മഞ്ഞുണ്ട്. ഒരു 60 കിലോമീറ്ററിന് ശേഷം KSEBയുടെ ഒരു ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീനിൽ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തുകയാണ്. അപ്പോഴും അവിടെ നല്ല കനത്ത മഞ്ഞാണ്, മഞ്ഞിനൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ ചായ കിട്ടണമെന്നുണ്ടെങ്കിൽ കുമളിയിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ കണ്ടക്ടർ ചോദിച്ചു, ചായ വേണ്ടി വരുമെന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് പറയണമെങ്കിൽ ചായ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. KSEBയുടെ ഒരു ക്യാൻറ്റീനാണ്, പിന്നെ കാട്ടിലാണത്. 60 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ്. അങ്ങനെ അദ്ദേഹം വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കും ചായ ഒരുക്കി. അങ്ങനെ ചായക്ക് വേണ്ടി നിർത്തിയതാണ്. ഇതാണ് ആ ക്യാൻറ്റീന്. ഗവിയിലെ KSEBയിലെ ജീവനക്കാർക്ക് വേണ്ടിയുള്ളൊരു ക്യാൻറ്റീനാണ്. വിളിച്ച് പറഞ്ഞാൽ നമുക്കും ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടക്ടറോട് പറഞ്ഞിരുന്നത്, ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇനി വീണ്ടും കാട്ടിലേക്കാണ്. ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട്. ഒരു 100 കിലോമീറ്ററൊക്കെ കാട്ടിൻ്റെ ഉള്ളിലൂടെ തന്നെ പോവുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റും. KSEBിൻ്റെ ഓഫീസുകളുണ്ട്, അതിൽ സ്റ്റാഫിൻ്റെ സ്റ്റേ റൂമുകളുണ്ട്, ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകളുണ്ട്, ഉപയോഗിക്കാത്ത ബിൽഡിങ്ങുകളും പഴയതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ക്യാൻറ്റീനൊക്കെ ഒരു പൊളിഞ്ഞാടാനായ ഒരു ബിൽഡിങ്ങിലാണ്. അതിൽ ബസ് നിർത്തുകയാണ്, അതിൻ്റെ മുന്നിലാണ് ബസ് നിർത്തിയത്. ഈ റോഡിന് വേറെ ആരും വരാനൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ KSEBിൻ്റെ ജീവനക്കാരായതുകൊണ്ട് അവർ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെ എത്തിപ്പോൾ ഇനി ഒരുപാട് ദൂരം പോകാറുണ്ട്. ഏതായാലും ഞങ്ങൾ പത്തനംതിട്ടയ്ക്കാണ് ബസ് പോകുന്നത്. അതുവരെ ഞങ്ങൾ പോകില്ല. ഞങ്ങൾ പകുതി എത്തുമ്പോൾ ഒരു ബസ് തിരിച്ച് ഇങ്ങോട്ട് വരാനും ഉണ്ട് എന്നാണ്. ആ ബസ്സിന് ഇങ്ങോട്ട് പോരും. അത് ഏകദേശം കാട് പകുതിയിലധികം കഴിഞ്ഞിട്ട് 3/4% കഴിയുമ്പോഴാണ് ആ ബസ് കാണുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൽ തന്നെ തിരിച്ചു പോരും. അതാണ് ഉദ്ദേശം. എന്നാലാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരം ആവും പിന്നെ ഈ ബസ് തിരിച്ചു പോരുമ്പോഴത്തേന്. ആ ബസ്സിന് പോരുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്ക് വീണ്ടും ഞങ്ങൾക്ക് വണ്ടിപ്പെരിയാറിലെത്താം. മുന്നേ പറഞ്ഞ പോലെ വീഡിയോക്ക് ചിലപ്പോൾ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. നമ്മളിതൊരു പ്രൊഫഷണൽ ടച്ചിലൊന്നും എടുത്തതായിരുന്നില്ല. അന്ന് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ ഇടണം എന്നുള്ള. ഇപ്പോഴാണ് ആ തീരുമാനമൊക്കെ എടുത്തത്. അപ്പോൾ ഇനി വരും വീഡിയോകളൊക്കെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കൊക്കെ ചെയ്യണേ.